വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു ഉസ്താദെ. കുറെ പഠിക്കാനുണ്ട്, വളരെ സന്തോഷമാണ് ഉസ്താദെ. ഞാനൊരു ഇബാറത്ത് അടിക്കുക, അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഫൈൻ തഅമ്മദ ബിലാ നിയ്യത്തി മുഫാറഖത്തിൻ ബത്ലത്ത് വൽ മുറാദു മുഫാറഖത്തു ഹദ്ദിൽ ഖുഊദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദെ? അതൊന്നും പിന്നെ ഒരു ചോദ്യമുണ്ട്, അതിന് ശേഷം പിന്നെ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഫൈൻ തഅമ്മദ എന്ന് പറഞ്ഞാല് ഫൈൻ തഅമ്മദഹു എന്ന മനഃപൂർവ്വം നൃത്തത്തിലേക്ക് പോയി, ഇമാമിനെ വിട്ട് ഖിയാമിലേക്ക് പോയി എന്നാണ് തഅമ്മദഹു പറഞ്ഞ. എങ്ങനെ? ബിലാ നിയ്യത്തി മുഫാറഖത്തിൻ, ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടു കൂടിയല്ല. അങ്ങ് എപ്പോഴും പറ്റും. ഉസ്റോട് കൂടിയാണെങ്കിൽ ജമാഅത്തിന്റെ കൂലി തന്നെ കിട്ടും, ഉസ്ർ ഇല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി പോകുന്നുള്ളൂ. ഏതായാലും മുഫാറഖത്ത്, ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന നിയ്യത്തോടു കൂടി ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് നൃത്തത്തിലേക്ക് പോകുന്നതോട് കുഴപ്പമൊന്നുമില്ല. മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യാതെ എന്ത് ചെയ്തു? ഇമാമിനെ വിട്ട് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് നൃത്തത്തിലേക്ക് പോയാൽ ബത്വലത്ത്, നിസ്കാരം തന്നെ ബാത്തിലാവുന്നു എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ് ഇമാമിനെ വിട്ട് ഖിയാമിലേക്ക് പോയത്. എന്ത് മനഃപൂർവ്വം? ഇമാം സലാം വീട്ടിയിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നൃത്തത്തിലേക്ക് പോയി. എന്നാൽ പിന്നെ എന്ത് വേണ്ടിയിരുന്നു? ഇമാമിനെ ജമാഅത്ത് വിട്ടുപിരിയുന്നു എന്ന മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്യേണ്ടിയിരുന്നു. അതൊട്ട് ചെയ്തുമില്ല. മുഫാറഖത്തിന്റെ നിയ്യത്തൊട്ട് ചെയ്തുമില്ല. ഇമാമ് സലാം വീട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വിട്ടു. എന്നിട്ടാൽ ബത്വലത്ത് സ്വലാത്തുഹു. ഈ വിട്ടുപിരിയാന്ന് അറിയണത് എപ്പോഴാണ്? ബിലാനി ഫൈൻ തഅമ്മദഹു അറിഞ്ഞില്ലേ? തഅമ്മദഹു അറിഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾക്ക്. ഈ ഇമാമിനെ വിട്ട് ഖിയാമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, ആ പോകുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തണോന്ന്. വൽ മുറാദു എന്ന് പറഞ്ഞാൽ ഈ ഇമാമിനെ വിട്ട് പിരിയാന്ന് പറഞ്ഞുകൊണ്ടുള്ള മുറാദ് മുഫാറഖത്ത് ഹദ്ദിൽ ഖുഊദ് എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ എത്തിക്കൊള്ളുന്നില്ല എന്ന് ചങ്ങായി. അതായത് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിന്ന് പൊന്തിയാൽ തന്നെ എന്താവും? മനഃപൂർവ്വം നിസ്കാരം ബാത്തിലാവൂന്ന്. എന്താ? ബിലാ നിയ്യത്തി മുഫാറഖത്ത് എന്ന് പറഞ്ഞതിന് ശേഷം മുഫാറഖത്ത് എന്ന് പറയാം. ആ മുഫാറഖത്തിനല്ല ഈ അർത്ഥം പറയുന്നത്. വൈൻ തഅമ്മദഹു എന്ന് പറഞ്ഞ വമീർ എവിടേക്കാ പഠിക്കുക? അവിടെ കാണുക. ഇമാമ് സലാം വീട്ടിയിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് മഅ്മൂമ് എന്തുപോയി? ഇമാമിനെ വിട്ട് ഖിയാമിലേക്ക് പോയി. ഈ ഖിയാമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എവിടെ എത്തുക? നൃത്തത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. വൽ മുറാദ്, ഇമാമിനെ വിട്ടുപിരിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടത്തെ മുറാദ് മുഫാറഖത്തു ഹദ്ദിൽ ഖുഊദ്, ഇരുത്തത്തിന് ഹദ്ദ് വിട്ടാൽ തന്നെ മതി, നൃത്തത്തിൽ എത്തിക്കൊള്ളുന്നില്ല. എന്നാൽ തന്നെ എന്താവും? നിസ്കാരം ബാത്തിലാവുന്നു. അതായത് അടുത്ത ഫർളാവുന്ന ഖിയാമിലെത്തിയെങ്കിലേ ബാത്തിലാവൂ എന്നില്ല. ഈ ഖുഊദിന്റെ അതിർത്തി വിട്ടാൽ തന്നെ നിസ്കാരം ബാത്തിലാവൂന്ന്. മനസ്സിലായോ? ശുക്രൻ ഉസ്താദ്, ജസാക്കുമുല്ലാഹ്. പിന്നെ ഉസ്താദെ, മഅ്മൂമ് ഇമാമിൻ റുക്കോയിലുണ്ടാകുമ്പോൾ കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഇദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുണിയാൻ തുടങ്ങി അല്പം എത്തി, മുട്ടുംകാല് വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇമാമ് ഉയർന്നു. ഇദ്ദേഹത്തിന്റെ ഉയർച്ചയോടെ ഇദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അതായത് ഇപ്പൊ രണ്ട് പാളയത്തിന് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാകുന്ന പോലെ ആയി. ഇവിടെ തുമഅ്നിയത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനെ കണക്കാക്കുന്ന എങ്ങനെ ഉസ്താദെ? ചിലപ്പോ വസ്വാസുള്ളവര്, അല്ല വസ്വാസിന്റെ കാര്യമല്ല, പിന്നെ എനിക്ക് റുക്കൂ ഇമാമോട് കൂടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ല, എനിക്ക് സംശയിക്കേണ്ടത് ആവശ്യമില്ല, അത് കിട്ടിയെന്ന് ഉറപ്പിക്കണം എന്നൊരു കൗല് പോലെ കേട്ടതായിട്ടുണ്ട്.
വന്നത് വിശദീകരിച്ചാൽ നന്നായിരിക്കും ഉസ്താദെ. ഒന്നുകൂടി ഞാൻ പിന്നീട് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. ഇമാമിന്റെ കൂടെ റുക്കോയിൽ തുമൈനീനത്ത് കിട്ടണം എന്ന് ഉറപ്പാണ്. ഉറപ്പായിട്ട് തുമൈനീനത്ത് കിട്ടണം, എന്നാലേ റക്കയത്ത് കിട്ടുള്ളൂ. ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോക്ക് ഇമാം ഇങ്ങോട്ട് പോന്നാ തുമൈനീനത്ത് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? പിന്നെ ഇപ്പൊ ഒരു ചർച്ചയല്ലല്ലോ. ഇമാമിന്റെ കൂടെ തുമഇനീനത്ത് കിട്ടി എന്ന് ഉറപ്പായെങ്കിലേ റക്കൂഴ് കിട്ടുള്ളൂ, റക്കയത്ത് കിട്ടുള്ളൂ. ഇമാമിന്റെ കൂടെ റുക്കോയിൽ തുമഇനീനത്ത് കിട്ടി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ റക്കയത്ത് കിട്ടുകയുള്ളൂ. നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞ ഇയാള് റുക്കോയിലേക്ക് അങ്ങോട്ട് പോകുന്നു, ഇമാമ് ഇത്തിദാലിലേക്ക് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അവിടെ തുമൈനീന ഈ റുക്കോയിൽ രണ്ടാളും ചിലപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ തുമൈനീനത്ത് കിട്ടിയിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ? അപ്പൊ റക്കയത്ത് കിട്ടൂല. ഇയാൾ അവിടെ അങ്ങോട്ട് പോയാ പോരാന്ന്, ഇയാൾ അവിടെ എത്തി അനക്കം മടങ്ങിയിട്ട് ഒരു സുബ്ഹാനല്ലാഹ്ന്റെ ഖദർ വരെ ഇമാമ് റുക്കോയിൽ ഉണ്ടാവണം, അഥവാ അക്കല് റുക്കോയിന്റെ ഹദ്ദിൽ നിന്ന് ഉയരാതെ ഇമാം ഉണ്ടായിരിക്കണം, എന്നാലേ റക്കയത്ത് കിട്ടുള്ളൂ. അത് ഉറപ്പുമാണോ? സംശയം ഉണ്ടായാ പോരാ. ഇമാമ് അക്കല് റുക്കോയിന്റെ ഖദർ വിടുന്നതിന്റെ മുമ്പ് ഇവൻ റുക്കൂയിൽ എത്തിയാ പോരാ, റുക്കൂയിൽ എത്തിയിട്ട് ഒരു സുബ്ഹാനല്ലാഹ്ന്റെ ഖദർ അനക്കം മടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ മസ്ബൂഖിന് ആ റക്കയത്ത് കിട്ടുള്ളൂ. ഉറപ്പ് കിട്ടാത്തോടത്തോളം അവൻ ഒരു റക്കയത്ത് നിസ്കരിക്കുകയും പിന്നെ സെഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞല്ലോ. ഉസ്താദെ കാര്യം മനസ്സിലായി. അതിന് ഒന്നും കൂടി ചോദിക്കാം ഉസ്താദ്. അപ്പൊ ഉസ്താദ് രണ്ട് തന്നെ പറയും, കേട്ടാലും തിരക്കല്ല ഉസ്താദ്. എനിക്ക് പലപ്പോഴും അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇമാമ് ഉസ്താദ് എന്ത് പറഞ്ഞാൽ തിരക്കല്ല. കാരണം തേനി കിട്ടണമെങ്കിൽ തേനീച്ചന്റെ കൂട്ടുകൊള്ളണമെന്ന് പറഞ്ഞതുപോലെ ഉസ്താദ്, ഇമാമ് സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ വേണ്ടി റുക്കൂയിൽ നിന്ന് കൈ ഉയർത്തിയിട്ടുണ്ടാകും. അപ്പോ റുക്കൂവിന്റെ റാഹത്ത് എത്തുന്ന ഖദർ കഴിഞ്ഞു. ആ സമയത്താണ് ഇദ്ദേഹം പോയി കുനിയുന്നത് എങ്കിൽ അത് കിട്ടിയതായി കണക്കാക്കണം ഉസ്താദെ? അല്ല ഉസ്താദ് പറഞ്ഞ ഇതേ പറഞ്ഞു തന്നെയാണോ? ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. നമ്മളിങ്ങനെ കുനിയുമ്പോ ഇമാമിന്റെ റുക്കു പരിപൂർണമാകണമെങ്കിൽ അവന്റെ കൈയിന്റെ ഉള്ളം കൈ മുട്ടുംകാലിൽ എത്തണമല്ലോ. അവിടെ നിന്ന് അദ്ദേഹം കൈ എടുത്തിട്ടുണ്ട്, അല്പം നീർന്നിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ റുക്കുവിൽ എത്തുന്നത്. അപ്പൊ എത്ര ആണ് ഉസ്താദെ? ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. അത് തന്നെയല്ലേ ആരൂരപ്പ പറഞ്ഞ അവനൊന്നും റക്കാത്ത് കിട്ടൂലാന്ന്, അവന് റക്കാത്ത് കിട്ടൂലാന്ന്. അത് സംശയമില്ലാതെ ഇവന്റെ കൈ രണ്ടും കാൽമുട്ടിൽ എത്തുന്ന ഖദർ എത്തി പോരാ, എത്തിയിട്ടൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമാവുന്ന ഖദർ അടങ്ങിക്കൊണ്ട് താമസിക്കണം. ഏതിന്റെ മുമ്പ്? ഇമാമ് റുക്കോയിന്റെ ഖദർ വിടുന്നതിന് മുമ്പ്. അത്രയും ഒരു സമയം താമസിച്ചിട്ടില്ലെങ്കിൽ റക്കാത്ത് കിട്ടിയിട്ടില്ലാന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഇവൻ ഖിയാമിൽ ഫാത്തിഹ ഓതൽ ഫർളാണ്. ഈ ഫർള് ഇമാമിനെ തന്നെ തൊട്ട് ചുമക്കണമെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള റുക്കോ ഇമാമും ഇവനും ഒരുമിച്ച് കൂടി എന്ന് ഉറപ്പ് വേണം. റുക്കുൽ ഇമാമും ഇവനും ഒരുമിച്ച് കൂടി തുമൈനിനത്ത് കിട്ടിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ഖിയാമിലുള്ള ഫാത്തിഹ ഒക്കെ ഇമാമ് ചുമക്കും. ഇത് ഉറപ്പാകാത്തോടത്തോളം ഒരിക്കലും അത് ചുമന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ സംശയമുള്ള സാഹചര്യത്തിലൊക്കെ ഇമാമ് സലാം വീട്ടിയ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുകയും സെഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒന്ന് ചോദിക്കാം. പിന്നെ ഈ സുന്നത്ത് നിസ്കാരം ഞാൻ ഇബാറത്തുനിന്ന് വായിക്കാം. കുരിയ ഇബ്തിദാഉ നഫ്ലിൻ ബഅദ ശുറൂഇൽ മുഖീമി ഫിൽ ഇഖാമത്തി വലൂ ബിഗൈരി ഇദ്നിൽ ഇമാമി ഫഇൻ കാന ഫീഹി അതമ്മഹു ഇല്ലം യഖ്ശ ബിഇതിമാമിഹി ഫൗത്തൽ ജമാഅത്തി വഇല്ലാ ഖത്തഉ. ഞാൻ ആടുന്ന ചോദിക്കുന്നത് വഇല്ലാ ഖത്തഉഹു.
അങ്ങനെ ആ ജമാഅത്ത് കിട്ടുന്നില്ലെങ്കിൽ അവൻ മുറിക്കണം പിന്നെ സുന്നത്തായിട്ട്. എന്നിട്ട് ആ ജമാഅത്തിൽ കടക്കണം. അത് തന്നെ കടക്കേണ്ടത് മാലം മെരിജ് ജമാഅത്തൻ ഉഖ്റ. ഇപ്പൊ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലം ചീത്ത അറിയണ്ട. ഇവിടെ പിന്നെ ആ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് നിസ്കാരം മുറിച്ചിട്ട് വേറൊരു ജമാഅത്തിനെ കാത്തിക്കാതെ ഇപ്പം നടക്കുന്ന ജമാഅത്തിൽ കൂടുകയല്ല വേണ്ടത്. അത് കാരണം, അത് ഞാൻ ചോദിക്കാൻ കാരണം, ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞത് വകദാലിമൻ സുബിഖ ബിബഅദി സ്വലാത്തി വറജാ ജമാഅത്തൻ യുദ്റകുൽ മഅകുല്ല. എന്നിട്ട് അത് പറഞ്ഞ ലാക്കിൻ ഖാല ശൈഖുന ഇന്ന മഹല്ലഹു മാലം യഫ്ത് ബിൻതിലാരിൻ ഫളീലത്തുൽ വഖ്തി ഫളീലത്ത് അവ്വലുൽ വഖ്തി. ഈ അവ്വലുൽ വഖ്ത് പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ നിസ്കരിക്കുന്നവൻ ആ സുന്നത്ത് നിസ്കാരം പിന്നെ നിസ്കരിക്കാലോ. ആ അവ്വൽ വഖ്ത് നടക്കുന്ന ജമാഅത്തിനെ പരിഗണിച്ച് അപ്പോൾ ആദ്യത്തെ ജമാഅത്തിൽ കൂടലല്ലേ നല്ലത്? അല്ല സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് പിന്നെ കുറെ സമയം കഴിഞ്ഞ് വരുന്ന ജമാഅത്തിന് പ്രതീക്ഷിച്ച് നിൽക്കലാണോ നല്ലതെന്നാണ് ചോദ്യം. മനസ്സിലുണ്ടാകുന്നു. മനസ്സിലാക്കുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഏതാപ്പോ സംശയം? ഇന്നലത്തതാണോ സംശയം, ഇന്നത്തതാണോ സംശയം, അല്ലെങ്കിൽ രണ്ടുകൂടി കൂടിയിട്ടാണോ സംശയം? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇന്നലെ പറഞ്ഞതൊന്ന് വേറെ വിഷയം, ഇന്ന് പറഞ്ഞൊന്ന് വേറെ വിഷയം. രണ്ടുകൂടി തമ്മിൽ എന്താ കൺഫ്യൂഷൻ ആയത്? ഇന്ന് പറഞ്ഞത് വളരെ ലാഹിറാണ്. എങ്ങനെ? ഒരാള് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പുറത്ത് ജമാഅത്തിന് വേണ്ടി ഖാമത്ത് കൊടുത്തു. എന്നാൽ സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കുമ്പോക്ക് ഈ ജമാഅത്ത് കയ്യും ചെയ്യും, രണ്ടാമതൊരു ജമാഅത്ത് കിട്ടൂല. എന്നാൽ ഈ സുന്നത്ത് നിസ്കാരം മുറിച്ചിട്ട് ഈ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അതപ്പ പറഞ്ഞത്. അതായത് ഇയാൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോ അപ്പുറത്ത് ജമാഅത്തിന് വേണ്ടി ഖാമത്ത് കൊടുത്തു. എന്നാൽ ഈ സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കിയാലോ അല്ല മുറിക്കണോ? ഇതാണ് അവിടുത്തെ ചർച്ചാ വിഷയം. അവിടെ പറയുന്നത് ഈ ജമാഅത്ത് കഴിയുന്നതിന് മുമ്പ് ഈ സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കി ഈ ജമാഅത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഇത് മുറിക്കണ്ട, പൂർത്തിയാക്കിയാണ്ടായി പോയി കൂടിയാൽ മതി. അല്ല, ഈ ജമാഅത്ത് കഴിയും, സുന്നത്ത് നിസ്കരിച്ച് പൂർത്തിയാകുമ്പോഴത്തിന് ജമാഅത്ത് കഴിയും, പക്ഷെ എന്നാ വേറൊരു സുന്നത്ത് ജമാഅത്ത് കിട്ടും, എന്നാലും ഇത് മുറിക്കണ്ട. അപ്പോ ഈ ജമാഅത്ത് നഷ്ടപ്പെടുകയും ചെയ്യും, വേറൊരു ജമാഅത്ത് കിട്ടൂല എന്ന് കണ്ടാൽ തുടങ്ങിയ സുന്നത്ത് നിസ്കാരത്തെ മുറിക്കണോന്ന്. അതാണ് ഇന്ന് പറഞ്ഞത്. പിന്നത്തെ ചോദ്യം നിങ്ങൾ വേറെ ചോദിച്ചോളി. രണ്ടും കൂടി ഏച്ചുകൂട്ടിക്കാണ്ട് അവസാനം ഒക്കെപാടെ ഈ കേൾക്കുന്ന ആളുകളെ കൺഫ്യൂഷൻ ആക്കണ്ട. രണ്ടാമത്തെ എന്താ വെച്ചാൽ അത് വേറെ ചോദിച്ചോളി. അതന്നെ എനിക്ക് സംശയം. ഫളീലത്ത് അവൽ ഫളീലത്തിലൊത്ത് പിന്നെ പരിഗണിച്ച് സുന്നത്ത് നിസ്കാരം പിന്നെ നിസ്കരിക്കാം എന്ന് കരുതി ഫളീലത്ത് അവലത്ത് നടക്കുന്നതാണ് ഇപ്പം ജമാഅത്ത്. അതിൽ പങ്കെടുക്കലാണോ നല്ലത്, അല്ല സുന്നത്ത് നിസ്കാരം മുറിക്കാതെ തന്നെ രണ്ടാമത്തെ ജമാഅത്തിനെ കാത്തിക്കലാണോ നല്ലതാണെന്ന് തന്നെയാണ് സംശയം. അത് തീർന്നാലും സംശയം തീർന്നു. വൈക്ക് വിട്ടു. വല്ലാത്തൊരു സംശയമാണല്ലോ. നല്ലത് തുടങ്ങിയ നിസ്കാരം മുറിക്കണ മസലാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം വല്ല കഥ മനസ്സിലായോ? സുന്നത്ത് നിസ്കാരം അല്ല, ചോദിച്ചോളി. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അബദ്ധാണ്. സുന്നത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞവന്റെ മസലെ പറയുന്നത്. ഒരു നിസ്കാരം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ വലാ തുബ്തിലു അഅമാലക്കും എന്ന് അള്ളാഹ് പറഞ്ഞതാ. നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിൽ അതിന് ചെറിയ അളവ് കാണിക്കുന്നുണ്ടെങ്കിലും ഹനഫി മദ്ഹബ് അത് നേരെ നസ്സ. അതായത് സുന്നത്ത് നിസ്കാരം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ വുജൂബാണ്, മുറിക്കൽ ഹറാമാണ്. സുന്നത്ത് നോമ്പ് തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ വുജൂബാണ്, മുറിക്കൽ ഹറാമാണ്. കാരണം അള്ളാഹ് പറഞ്ഞ വലാ തുബ്തിലു അഅമാലക്കും എന്ന അമലുകൾ ബാത്തിലാക്കാൻ പാടില്ല.
അത് ഫർദ് സുന്നത്ത് നിന്ന് വ്യത്യാസമില്ല എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പൊ ഒരു തുടങ്ങിയ ഇബാദത്ത് പൂർത്തിയാക്കൽ കഴിവതും ചെയ്യണം. നമ്മളത് വുജൂബാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അകാരണമായി മുറിച്ചു കളയാൻ പാടില്ല. അപ്പൊ ഒരു സുന്നത്ത് നിസ്കാരം തുടങ്ങിയ ഒരു വ്യക്തി ആ നിസ്കാരം പൂർത്തിയാക്കി ഇനി ഫർദ് നിസ്കരിക്കുമ്പോത്തിന് അവ്വൽ വഖ്തിന്റെ ഫളീലത്ത് പോകും എന്ന് പറഞ്ഞാൽ തുടങ്ങിയ നിസ്കാരം മുറിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹറാമായ കാര്യമായി ചെയ്യുന്നത്, നമ്മളെ മദ്ഹബിൽ ഹറാം ഇല്ലെങ്കിൽ പോലും കറാത്ത് വരൂലേ നിസ്കാരം മുറിക്കല്? അത് മുറിക്കൽ അനുവദനീയമാണെങ്കിൽ അതിന് പറ്റുന്ന കാരണമാണ്. ഒന്നിരിക്കൽ ഈ ജമാഅത്തൊട്ട് കിട്ടൂല, ഈ വേറൊരു ജമാഅത്ത് ലഭിക്കാനും സാധ്യതയില്ലെന്ന് കണ്ടാൽ അവിടെ മാത്രമേ സുന്നത്ത് നിസ്കാരത്തെ മുറിച്ചുകൊണ്ട് ഈ ജമാഅത്തിൽ പോയി കൂടാൻ പാടുള്ളൂ എന്ന്. മനസ്സിലായ നിങ്ങൾക്ക്? സുന്നത്ത് നിസ്കാരം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കൽ വുജൂബാണെന്നാണ് ഹനഫി മദ്ഹബ്. നമ്മളെ മദ്ഹബിലും അത് സുന്നത്ത് തന്നെയാണ്. കാരണം കൂടാതെ മുറിക്കൽ കറാഹത്താണ്. ഈ കറാഹത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എന്തു വേണം? ഒന്നിരിക്കൽ ഈ ജമാഅത്ത് നഷ്ടപ്പെടുക വേറൊരു ജമാഅത്ത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഹറാമാണ് ചില മദ്ഹബ് അനുസരിച്ച്, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് കറാഹത്തുമാണ്. ഈ കറാഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹറാമിൽ നിന്നിട്ട് ഒഴിവാകാൻ വേണ്ടി മറ്റൊരു ജമാഅത്ത് എനിക്ക് കിട്ടൂല, ഈ സുന്നത്ത് പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ ജമാഅത്ത് കയ്യുകയും ചെയ്യും എന്ന് കാണുന്ന സാഹചര്യത്തിൽ ഒറ്റക്ക് നിസ്കരിക്കൽ വരണ്ട എന്ന നിലക്ക് ഈ സുന്നത്ത് മുറിക്കാം. സുന്നത്ത് മുറിക്കാൻ തന്നെയാണ് കുട്ടിക്കളിയല്ല. സുന്നത്ത് മുറിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെടും, വേറൊരു ജമാഅത്ത് കിട്ടൂല എന്ന് കണ്ടാൽ സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കുക എന്ന സുന്നത്തിനെക്കാട്ടിലും മോക്കത് ഈ ജമാഅത്ത് കിട്ടലാണ്. അതിനുവേണ്ടി മുറിക്കുക, അല്ലെങ്കിൽ മുറിക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്ന ഫദീലത്ത് അവ്വൽ വഖ്തിന്റെ ഫദീലത്ത് അല്ല ഇത്. ഇത് ഒരു ഇബാദത്ത് തുടങ്ങിയ ഇബാദത്തിനെ ബാത്തിലാക്കുന്നതിന്റെ മസല. ഇനി എന്താ അവിടെ മനസ്സിലാകാത്തത്? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാഫി ഉസ്താദേ എടുത്തോളൂ. ജുവൈരി ഉസ്താദിനോട് പറയുമ്പോൾ സക്കാഫി ഉസ്താദിനൊന്നും പറയൂല. സക്കാഫി ഉസ്താദ് പേടിച്ചിട്ട് മൈക്ക് ഒരിക്കൽ വിട്ട് നോക്കുന്നുണ്ട്. അത് ബേജാറ് വേണ്ട, നമ്മളോടൊന്നും അങ്ങനെ പറയൂല എന്ന് വിചാരിക്കാം. എനിക്ക് ഒരു സംശയം ഉണ്ട് ഉസ്താദ്. പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ ഇങ്ങനെ ഏത് സാധാരണ ഇമാമിന്റെ അടുത്ത് ഇപ്പൊ ചില സമയം ഇമാമ് നിസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നജസോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതാൻ മറന്നുപോയതോ അല്ലെങ്കിൽ നിയത്തൊക്കെ മറന്നുപോയതോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ മാമൂമിന് അതിന്റെ കൂലി കിട്ടൂല എന്നാന്തോന്ന് പറഞ്ഞത്. അതിന്റെ ചെറിയ ഫുള്ളായിട്ട് മനസ്സിലായി, ചെറിയ കട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഫുള്ളായി കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെ അത് ഈ സംശയരോഗികളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇപ്പൊ ഇമാമിന്റെ ബാക്കിൽ തുടരാൻ കഴിയോ ഇങ്ങനെയാണെങ്കിൽ? എല്ലാത്തിനും സംശയമുണ്ടല്ലോ, നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു കോമില്ലേ, സകലത്തിനും സംശയവും. അപ്പൊ ആ ഇമാം അങ്ങനെ ചെയ്തോളി, അതിനെ ഫാത്തിഹ ഓതാണ്ട് എന്റെ ഇമാമ് കിട്ടാണ്ട് ഇപ്പൊ ഒക്കെയോളി, അങ്ങനെയെല്ലാം സംശയിച്ചൂടെ നോക്കാം. അസ്സലാമു അലൈക്കും, അത് അറിയാൻ വേണ്ടി. ആരും തടിയൊരിപ്പോണ്ട, ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളി. ഞാൻ ദേഷ്യം പിടിച്ചൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിക്കണം, ചോദിക്കാതെ കണ്ട. മനസ്സിലായില്ലേ? എനിക്ക് ഇപ്പൊ വളരെ ബാഹിറായ മസലയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കണം. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട. നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. കാരണം സംശയം വെച്ചുകൊണ്ട് ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് ഇപ്പൊ എപ്പോഴും നടക്കൂലല്ലോ. അതുകൊണ്ട് ആലൂരായാലും സലാംസൂരി ആയാലും സംശയമുള്ളത് ചോദിക്കണം. അത് ആരൂര് പറഞ്ഞേക്ക് ചിലപ്പോക്കെ തേനെടുക്കുമ്പോ ഈച്ചന്റെ കുത്തൊക്കെ കൊള്ളും. അതുപോലെ തന്നെ പനിനീർ പൂ പറിക്കുമ്പോൾ ചിലപ്പോൾ പനിനീർ ചെടിയുടെ മുള്ളു കുത്തും. അതൊക്കെ സ്വാഭാവികം. അത് കരുതിയിട്ട് ആള് തേനെടുക്കാതെയും അതുപോലെ തന്നെ മറ്റേ പൂ പറിക്കാതെയും പോലില്ല. അതൊക്കെ കൊണ്ടോട്ടെ. എന്നാലും മനസ്സിലാകാതെ വിഷയം വിടാൻ പാടില്ല. മനസ്സിലാകാത്തത് മനസ്സിലാകുന്നത് വരെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്പുറം പോയാൽ മതി. അതിന്റെ ഇടയ്ക്ക് റുവൈസ് എന്താ ചോദിച്ചത്? റുവൈസ് പണ്ട് 10 മിനിറ്റ് ഓതിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. റുവൈസ് അഞ്ഞ് വരാൻ പോണൊരു വിഷയമുണ്ട്. അതൊക്കെ ഓതിയോൽക്ക് വേണം തിരിയും, ഓതാത്തോൽക്ക് തിരിയാത്ത ഇഞ്ഞ് വരാൻ പോകുന്ന വിഷയമാണ്. ഇപ്പൊ വന്നിട്ടില്ല. ഒരു ഇമാമ് ബാഹ്യമായി കുഴപ്പമൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തോട് തുടർന്നുകൊണ്ട് നിസ്കരിക്കാം. നിസ്കരിക്കുന്ന ആളുകൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും.
ബാഹ്യമായി കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് കാണാൻ പറ്റുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഉദാഹരണം ഒരാള് ഉള്ള ഇല്ല നിസ്കരിക്കണ്, പക്ഷെ അയാൾ ഉദു എടുത്തു എന്നുള്ള ധാരണയിലാണ്, അല്ലെങ്കിൽ ജനാപത്തുണ്ട് അത് ഓർമ്മയില്ലാതെയാണ് നിസ്കരിക്കുന്നത്. ഇത് പക്ഷെ നോക്കിയാൽ കാണൂലല്ലോ. ഇങ്ങനെ ജനാപത്തോടു കൂടി ഓർമ്മയില്ലാതെ ഒരു ഇമാമ് നിസ്കരിക്കുന്നു, മൗമൂമിങ്ങളെല്ലാം അയാളോട് പോയി തുടർന്നു. എന്നാൽ ഈ തുടർന്ന മൗമൂമിങ്ങൾക്കൊക്കെ ജമാഅത്തിന്റെ കൂലി കിട്ടും. ജുമയാണെങ്കിൽ ജുമാന്റെ ഫർള് വീടുകയും ചെയ്യും. അപ്പൊ വുളൂ ഇല്ലാതെ അല്ലെങ്കിൽ ജനാപത്തോടു കൂടി അറിയാതെ നിസ്കരിക്കുന്ന ഇമാമിനെ ഇതറിയാത്ത മൗമൂമിങ്ങൾ തുടർന്ന് നിസ്കരിച്ചാൽ അവർക്ക് ജമാഅത്ത് കിട്ടും, നിസ്കാരവും സഹിയാകും. അതുപോലെ തന്നെ നോക്കിയാൽ കാണാത്ത നജസ്, ഉദാഹരണം മൂത്രായിരുന്നു വസ്ത്രത്തിൽ, അതല്ലെങ്കിൽ മതിയായിരുന്നു വസ്ത്രത്തിൽ, ഉണങ്ങിപ്പോയും ചെയ്തത്, അതിപ്പോ നോക്കിയാൽ കാണൂലല്ലോ. ഇത് ഓർമ്മയില്ലാതെ ഈ നജസ്സുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു, അയാളോട് കുറെ ആളുകൾ തുടർന്ന് നിസ്കരിക്കുന്നു. എന്നാൽ ഈ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരം സഹിയാകും, അവരുടെ ജമാഅത്തിന്റെ കൂലിയും കിട്ടും. കാരണം എന്താ? ഈ നജസ് നോക്കിയാൽ കാണുന്നതല്ല, ഉദു ഉണ്ടോ എന്നത് നോക്കിയാൽ കാണാൻ പറ്റുന്ന സംഗതിയല്ല, ജനാബത്തുണ്ടോ എന്നുള്ളത് നോക്കിയാൽ കാണാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ട് മൗമൂമിങ്ങളുടെ അടുക്കൽ വീഴ്ചയില്ല. അതുകൊണ്ട് ജമാഅത്ത് സഹിയാകും, ജുമയാണെങ്കിൽ ജുമയും സഹിയാകും, അതിന്റെ കൂലിയും കിട്ടും. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ ഇങ്ങനെ സംഗതി വശാൽ വുദു ഇല്ലാതെ, അതല്ലെങ്കിൽ ജനാബത്തോടു കൂടി, അതല്ലെങ്കിൽ കാണാൻ പറ്റാത്ത നജസോട് കൂടി നിസ്കരിക്കുന്ന ഇമാമ്, ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയാളോട് പിന്തി തുടർന്ന ഒരാള്, ഈ പിന്തി തുടർന്ന ആള് വന്ന് തുടർന്നപ്പോ ഇമാം റുക്കൂല, അല്ലെങ്കിൽ റുക്കൂ പോകാനായിരുന്നു, തക്ബീർ കെട്ടി ഉടനെ ഇമാം റുക്കൂ പോയി, അല്ലെങ്കിൽ ഇവൻ തക്ബീർ കെട്ടിയപ്പോ തന്നെ ഇമാം റുക്കൂലാണ്, ബേൻ റുക്കൂയിൽ പോയി. എന്നാൽ ആ റക്കാത്ത് ഈ മസ്ബൂഖിന് കിട്ടൂല. അതിന്റെ കാരണം എന്താ? ഇമാമ് വുദൂ ഉള്ളവനും നജസില്ലാത്തവനും ഒക്കെ ആണെങ്കിലേ ഇമാമ് എന്താവുള്ളൂ, ഈ ഫാത്തിഹയെ ചുമക്കാൻ അർഹനാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഇമാമിന് വുദൂ ഇല്ലല്ലോ, അല്ലെങ്കിൽ ജനാബത്തുണ്ടല്ലോ, അല്ലെങ്കിൽ നജസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഫാത്തിഹ ചുമക്കാൻ ഈ ഇമാം അർഹനല്ല. അതുകൊണ്ട് റുക്കൂയിൽ തുടർന്നാൽ ഈ മസ്ബൂഖിന് ആ റക്കാത്ത് കിട്ടൂല. അതിപ്പോ എങ്ങനെ ഓന അറിയാ? അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഓൻ അങ്ങനെ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവന്റെ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ സമയത്ത് ഇമാമ് ഓർമ്മ വന്നു, അല്ലാ വുദൂ ഇല്ലല്ലോ. അതിൽ ഇയാള് പറഞ്ഞു, മക്കളെ എനിക്ക് വുദൂ ഇല്ലാതെയായിരുന്നു ഞാൻ നിസ്കരിച്ചിരുന്നത്, അത് അറിയാതെ പറ്റിപ്പോയതാണ് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ ഫസ്റ്റ് റക്കായത്തിൽ ഇമാമിന്റെ റുക്കൂയിലാണ് തുടർന്നത്, ആ റക്കായത്ത് ഇമാം എന്നെ തൊട്ടിട്ട് ഫാത്തിഹ ചുമക്കാത്തത് കൊണ്ട് റക്കായത്ത് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് റക്കായത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വായുറനുസരിച്ച് ചെയ്താൽ മതി. വായുറനുസരിച്ച് നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടിയല്ലോ, അപ്പൊ ആ റക്കായത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. അറിഞ്ഞാൽ ആ റക്കായത്ത് വീണ്ടും മടക്കി നിസ്കരിക്കണം. കാരണം എന്താ? ഇമാമ് ചുമക്കാൻ അർഹരല്ല. അതൊക്കെ അറിയുമ്പോഴേ പ്രശ്നമുള്ളൂ, അറിയാത്തോടത്ത് പ്രശ്നമില്ല. ആ ഭാഗം ഇനി വരാൻ പോകുന്ന വിഷയമാണ്. ജമാഅത്തിന്റെ കറുത്ത് പറയുന്നിടത്ത് അത് ഇനി ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരണം വരികയും ചെയ്യും. പിന്നെ ആരൂര് പോകണ്ടട്ടോ, ആരൂരും സൂര്യൊന്നും പോകണ്ട. നിങ്ങൾക്ക് സംശയമുള്ള തീരോളും ചോദിച്ച് പതിയാക്കി മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. നമ്മളെ പണി തന്നെ അതാണ്. ദേഷ്യം പിടിക്കണമെന്ന് നോക്കണ്ട. ഈ ഇടക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ ദേഷ്യം വരുന്നത് അതെ അള്ളാഹു തആല ഓരോരുത്തരെ പടച്ച പടപ്പത്തരത്തിന് ചില കോല വ്യത്യാസമുണ്ട്. ചിലവർക്ക് തീ കൂടുതലേക്കാരും, ചിലവർക്ക് വെള്ളം കൂടുതലേക്കാരും, ചിലവർക്ക് മണ്ണ് കൂടുതലേക്കാരും, ചിലവർക്ക് വായു കൂടുതലേക്കാരും. അതിനനുസരിച്ച് സ്വഭാവം ഉണ്ടാവും. വെള്ളം കൂടിയൊരു ഭയങ്കര തണുപ്പന്മാരേക്കാരം, ഒരു ചൂട് ആ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. മണ്ണ് കൂടിയൊരു പൊണ്ണത്തടിയന്മാരേക്കാരം. തീ കുറച്ച് കൂടിയോർക്ക് ഇങ്ങനെ എന്നെ പോലെ കുറച്ച് ഇടക്ക് ചൂടാവും. അതിന് നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട. അതിനിപ്പോ ഞാനിപ്പോ എന്താ കേട്ടത്, അള്ളാഹു തആല എന്നെ പടച്ചപ്പോഴേ തീയിന്റെ കൂട്ട് കുറച്ച് കൂടുതലാ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ചൂടാവും. ആ ചൂടായി എന്നല്ലേ ആരും എത്തും കാട്ടുമെന്ന് ഞങ്ങൾ വേദാറാക്കൊന്നും വേണ്ട. അത് നിങ്ങൾ ചോദിക്കാതിരിക്കാനോ സംശയം തീർക്കാതിരിക്കാനോ ആ ഒരു എതിരല്ല. നിങ്ങൾ ചോദിച്ചോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇതുവരെ വേക്കോട് നിന്നിട്ടല്ലോ ഉസ്താദെ, പിന്നെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, അതുകൊണ്ട് ഇങ്ങനെ വേക്കോട്ട് നിന്നാണ്. എനിക്കുള്ള സംശയം, പിന്നെ സാധാരണ ഭാര്യയും കൂട്ടി യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ പള്ളിയിൽ ഒന്നും കിട്ടൂല, മഗ്‌രിബിന് ഇശായിലേക്ക് പിന്തിച്ച് നമ്മാക്കി നിസ്കരിക്കലാണ്. അപ്പൊ നാട്ടിൽ വന്നാൽ കളാവുകയും ചെയ്യും. അപ്പൊ ഭാര്യ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിക്കൽ കൊണ്ടാണ്, കൈക്കോൾ കൊണ്ട് നാടായിട്ട്, ഭർത്താവിന്റെ നാടായിട്ട് ഭാര്യന്റെ നാട് പരിഗണിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഭാര്യന്റെ നിസ്കാരം ശരിയാവണം. അപ്പൊ അതെങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ഭാഗത്തുള്ള നേരെ ഓപ്പോസിറ്റുള്ള പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. ഉസ്താദ് വാർക്കണം മൈക്രി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ശബ്ദം വളരെ കുറവാണല്ലോ സഖാഫി ഉസ്താദെ, ശബ്ദം ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് വേണ്ടത്ര വ്യക്തമാകുന്നില്ല ചോദ്യം. ശബ്ദം വളരെ കുറവാ. ദാറുൽ ഇഖാമ, ദാറുൽ വത്തൻ, ഈ രണ്ടാലൊന്നിൽ എത്തിക്കഴിഞ്ഞാൽ ദാറുൽ ഇഖാമയിലെത്തി അവിടെ താമസിക്കാൻ സിഫ്തനുസരിച്ച് ചെന്നതും പോരുന്നതുമായ ദിവസം ഒഴിച്ച് 4 ദിവസം പൂർണ്ണമായി താമസിക്കാൻ കരുതിയാൽ വീണ്ടും അത് ദാറുൽ ഇഖാമയായി. അതേ സമയത്ത് വത്തനാണെങ്കിൽ അവിടെ പിന്നെ ഇഖാമത്ത് കരുതൊന്നും വേണ്ട, വത്തനിൽ എത്തിയാൽ തന്നെ സഫർ മുറിയും. ദാറുൽ ഇഖാമയാണെങ്കിൽ നിങ്ങളെ ആദത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അതായത് ഭാര്യ വീട്ടിൽ ഇഖാമത്തല്ല തവത്തുനാണ് ഉദ്ദേശമെങ്കിൽ ഭാര്യ വീട്ടിന്റെ ആ നാട്ടിലെത്തിയാൽ തന്നെ നിങ്ങൾ വത്തനിയായി സഫർ മുറിയും. അതൊക്കെ നാട്ടിന്റെ ഉറുഫ് അനുസരിച്ചാണ് നോക്കുക, മനസ്സിലായില്ലേ? ഞങ്ങളവിടെ പുതിയാപ്പളിന്റെ അവിടേക്ക് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരില്ല. ഓള് ബർത്തേർത്തിയായി. ഞങ്ങൾ പറയൽ തന്നെ ഓളെ സ്വന്തം വീട്ടിൽ പോകുമ്പോ വിരുന്ന് പോകുക എന്നാ പറയാം. സ്വന്തം ഭാര്യ വെറ്റ് വളർന്ന നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി പറയാം വിരുന്ന് പോകുക, സ്വന്തം വീട്ടിക്ക്. കാരണം എന്താ, ഓള് നമ്മൾ കെട്ടിക്കൊണ്ടതോടുകൂടി ഓള് ബർത്തേർത്തിയായി. എന്നേലും ഒരു നിങ്ങള് കണ്ണൂർക്കാര് പുതിയാപ്പളിനെ എടുക്കുക എന്നാ പറയല്, മനസ്സിലായില്ലേ? പുതിയാപ്പളിനെ എടുക്കലാണ്. അപ്പൊ പുതിയാപ്പളിനെ പുതിയെണ്ണ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോ പുതിയാപ്പളെ അവിടത്തുകാരനായി. ഓൻ പിന്നെ ഉമ്മാന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വിരുന്ന് തരിക ചെയ്യുന്നത്. അപ്പോ സ്വന്തം നാട് ദാറുൽ ഇഖാമയായും ഭാര്യ വീട് വത്തനായും മാറുന്നു നിങ്ങൾ അവിടുത്തെ ഉറുഫ്. ഞങ്ങളെ നാട്ടിലെ ഉറുഫ് നേരെ മറിച്ചു. അതായത് ഭാര്യ വീട് ഞങ്ങളെ സംബന്ധിച്ച് വിരുന്ന് വീട് മാത്രമാണ്, അവിടെ ദാറുൽ ഇഖാമ പോലും അല്ല, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അവിടെ ദാറുൽ വത്തനായിട്ട് ഭാര്യന്റെ നാട് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ തന്നെ സഫർ മുറിയും. അതിന്റെ മുമ്പ്, ആ മഹലിന്റെ മുമ്പ് എവിടെയെങ്കിലും ഒന്നാണ്ട് ഇറങ്ങിയിട്ട് അടുത്ത മഹലിൽ എത്തുന്നതിന് മുമ്പ് മഹലിന്റെ പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു മഹലിൽ ഇറങ്ങി നിസ്കരിച്ചാല് കളാകാതെ തന്നെ ജമ്മാക്കാലോ. അതേ സമയത്ത് ദാറുൽ ഇഖാമയിൽ എത്തുകയോ അവിടെ ഇഖാമത്ത് കരുതുകയോ വത്തനിൽ എത്തുകയോ ചെയ്താൽ സഫർ മുറിയും, അപ്പോ കളാവുകയും ചെയ്യും. ചോദ്യം തന്നെ ശബ്ദം വേണ്ടത്ര അങ്ങോട്ട് ഉയരാത്തത് കൊണ്ട് ചിലതൊന്നും മനസ്സിലായിട്ടില്ല ഞങ്ങളെ സംസാരം. അസ്സലാമലൈക്കും. ഞാൻ നാട്ടില് കോഴിക്കോടാണ്, പിന്നെ കണ്ണൂരല്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ വേറെ എവിടെയും ഇറങ്ങി നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാകാത്തത് കൊണ്ടാണ് സാറേ. അപ്പോ പിന്നെ അങ്ങനെ ഭാര്യ വീട്ടിൽ കയറി നിസ്കരിച്ചിങ്ങ് പോന്നാല് വീട്ടിലെത്തിയതിന് പ്രശ്നമില്ലല്ലോ ഇല്ലെന്നാണ് ഉസ്താദ് പറഞ്ഞ് മനസ്സിലാവുന്നത്. ഏതായാലും ഉസ്താദ് വാർക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കോഴിക്കോട് സിറ്റിയിൽ ഇപ്പൊ കണ്ണൂർക്കാരെയൊക്കെ തന്നെ പുതിയാപ്പളിനെ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ മലപ്പുറത്തേക്ക് തന്നെ പുതിയാപ്പളിന്റെ നാട് തന്നെയാണ് നാടായിട്ട് കൂട്ടുന്നത്. അപ്പൊ പെണ്ണിന്റെ അവിടെ വിരുന്ന് ആണ്. വിരുന്ന് പോണ സ്ഥലം ഇഖാമത്തിന് തന്നെ ഏതായാലും 4 ദിവസം കരുതണില്ലല്ലോ, അപ്പൊ സഫർ മുറിയില്ല. പൊന്നാനി ഉണ്ട് അങ്ങനെ. ഈ കടപ്പുറം ഏരിയ അങ്ങനെ ആ സംസ്കാരം കുറച്ച് സ്ഥലത്തുകൾ പോകുന്നുണ്ട്. പൊന്നാനി, കോഴിക്കോട് സിറ്റിയില്, പിന്നെ അവിടെ നാട് പോയാൽ ഇവിടുന്ന് വിട്ടാൽ കൊയിലാണ്ടി വിട്ടാൽ അങ്ങോട്ടൊക്കെ പിന്നെ കുറെ കാഞ്ഞങ്ങാട് എത്താനാവോളും. കാഞ്ഞങ്ങാട് അങ്ങോട്ട് എത്തിയാൽ പിന്നെ ഞങ്ങളെ മലപ്പുറത്തെ
സംസ്കാരത്തേക്കും കിട്ടേണ്ടി വരിക. ഹലോ ആട്ടെ, അടുത്ത ആളത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, ഈ വഴുകി തുടങ്ങുന്ന രണ്ടാളുകൾ തമ്മിൽ ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാന്, ഉസ്താദ് ഒരു ഇമാമിന്റെ നിസ്കാരം ഓരോ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജമാഅത്തിൽ എന്ത് ചെയ്തു, വഴുകി തുടർന്ന് രണ്ടുപേര് തുടർന്നു. അപ്പൊ രണ്ടുപേരുടെ ഇമാമ അത്തഹിയാത്തിലാണോ അല്ലെങ്കിൽ അവസാന റക്അത്തിലൊക്കെ ആയിരിക്കും മുക്കാറും തുടർന്നിട്ടുണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇമാമ സലാം വീട്ടിന് ശേഷം പിന്നെ ഇവര് രണ്ടുപേരും ഒറ്റക്കായല്ലോ. അപ്പൊ അതിലെന്ത് ചെയ്യണോ, ചില സമയങ്ങളിൽ പിന്നെ ഒരാളിങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ്. ഒരാളുടെ ഇപ്പൊ വലത്തെ ഭാഗത്തിലുള്ള ആളാണെങ്കിൽ അയാൾ താഴേക്കൊണ്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് ഇങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നാട്ടിലുള്ള അധികം കാണുന്നത്. അപ്പൊ അതിന്റെ വിധി ഒന്ന് വിശദീകരിച്ചാൽ ഉസ്താദ്. ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ഖറാഅത്താണ്. ഇമാമ് സലാം വീട്ടിയതിന്റെ ശേഷം മസ്ബൂക്കുകൾ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ കൂട്ടത്തിൽ അവരിൽപ്പെട്ട ചിലരെ തുടരുക എന്ന സമ്പ്രദായം ഖറാഅത്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതല്ല. നിസ്കാരം ചെയ്യാവും, പക്ഷേ ഖറാഅത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അപ്പൊ അത് ആവശ്യമില്ല. ഇമാമ് സലാം വീട്ടിയതോടുകൂടി തന്നെ ഇവരുടെ ജമാഅത്ത് പൂർത്തിയായി, ബാക്കിയുള്ളത് ഒറ്റക്ക് പൂർത്തിയാക്കിയാൽ മതി. അവർക്ക് പൂർണ്ണമായ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും. രണ്ടാമത് ഇതിൽപ്പെട്ട ചിലരെ തുടർന്ന് നിസ്കരിച്ചാൽ അത് ജമാഅത്തിന്റെ കൂലി കിട്ടൂല, ഖറാഅത്താണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടില്ല, ഇന്നലെ പറഞ്ഞൊരു വിഷയമാണ്. ഇന്നലെ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞാന്ന് തോന്നുന്നു. ഇന്നലെ ഉസ്താദ് പറഞ്ഞല്ലോ ഈ തവാഫ് ചെയ്യുമ്പോൾ ഉളു വേണം. അപ്പൊ ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഗ്ലൗസ് ഇട്ടിട്ട് സാധാരണ ഭാര്യമാരെ കയ്യിൽ പിടിച്ചിട്ട് തവാഫ് ചെയ്യുമ്പോൾ പിടിച്ചിട്ട് തവാഫ് ചെയ്യുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നതിൽ ഇത് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. ഓക്കെ, അസ്സലാമു അലൈക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറയില്ലാതെ ശരീരം പരസ്പരം തൊലി തമ്മിൽ ചേർന്നെങ്കിലേ കുഴപ്പമുള്ളൂ. മനസ്സിലായില്ലേ? ഗ്ലൗസ് തന്നെ വേണമെന്നില്ല. നമ്മളെ കൈ കൊണ്ട് ഭാര്യയുടെ കൈയിന്റെ ഇവിടെ മറ്റേ മുട്ടിന്റെ മേലെ, അതായത് സാധാരണ നമ്മൾ കൈ പിടിച്ചിങ്ങനെ രണ്ടാൾ അടുത്ത് നടക്കുമ്പം കൈയിന്റെ മുഴങ്കൈയിന്റെ മേലുള്ള ഭാഗം കുപ്പായ ഉണ്ടാവുമല്ലോ, കൈ ആ കുപ്പായത്തിന് മോളെ പിടിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. രണ്ടാളും കൂടി രണ്ടാളുടെയും ശരീരത്തിൽ മറയില്ലാത്ത നിലക്ക് ഒരാളുടെ തൊലി മറ്റേ ആളുടെ തൊലി തൊടുന്ന നിലക്ക് പിടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാത്തവർക്ക് പിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറെ ചോദ്യം എന്ന് വെച്ചാല്, നിസ്കാരത്തിൽ തന്നെ ചിലര് നമ്മളങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, ഇടക്കിടക്ക് സുജൂദിൽ വെച്ച കാല് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ വെച്ച കാലം എടുത്ത് പൊന്തിച്ച് വീണ്ടും ശരിയാക്കി വെക്കുന്നു. അതുപോലെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യുക, കാല് പൊക്കി വീണ്ടും വെക്കുന്നു, അങ്ങനെ കാണാം. അപ്പൊ അതിന്റെ വിരലുകൾ മാത്രമല്ല, എത്രമാത്രം അതിന്റെ സുജൂദ് ശരിയാവും അറിയാൻ വേണ്ടിയിട്ടാണ്. നെറ്റിന്റെ ചില സമയങ്ങളിൽ മാറ്റി വെക്കുന്നത് പിന്നെ സൗകര്യം പോലെ എന്ത് ചെയ്യുക, ചില കാരണമില്ലാതെ മാറ്റി വെക്കുന്നതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം ഒരു വ്യക്തമാകുന്നില്ല. എന്തോ ഒരു അവ്യക്തത നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്. ചോദ്യം കൃത്യമായിട്ട് വ്യക്തമാകാതിരുന്നാൽ മറുപടി പറയാൻ വളരെ പ്രയാസം. നിൽക്കുമ്പോ കാല് ഉയർത്തി വെക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? അതല്ല സുജൂദിൽ കാല് പൊക്കി രണ്ടാമത് വെക്കുന്നതിനെ പറ്റിയാണോ? അതല്ല നെറ്റി ഉയർത്തി രണ്ടാമത് വെക്കുന്നതിനെ പറ്റി? എന്തിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു? അതല്ല എല്ലാം കൂടിയാണോ? സുജൂദിൽ എന്ത് വെക്കുക? തലേ നെറ്റിയോ?
ഉസ്താദ് സുജൂദുമായി ബന്ധപ്പെട്ടാ ചോദിച്ചത്. സുജൂദ് ചെയ്യുമ്പോൾ കാലില് അങ്ങനെ എടുത്ത് പൊക്കുന്നതും താത്തി വെക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിനെ പറ്റിയാ ചോദിച്ചത് ഉസ്താദ്. അതുപോലെ തന്നെ അത് തല നെറ്റിയും പൊക്കിലും താഴെ വെക്കുന്നതുമായ സുജൂദുമായി ബന്ധപ്പെട്ട ചോദ്യം ഉസ്താദ്. വിഷമങ്ങളൊക്കെ ഉണ്ട് ഉസ്താദ് ചോദിച്ചു. മൈക്ക് കിട്ടുന്നില്ല. ഞങ്ങളെ ചോദ്യം പോലെ തന്നെ എന്തോ ഒരു മൈക്ക് കിട്ടാൻ എന്തോ ഒരു പ്രയാസം. സുജൂദ് സഹീഹാവാന് 7 അവയവങ്ങൾ നിലത്ത് അല്പസമയെങ്കിലും അമർത്തി വെക്കണം. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ സമയം, അതാ തുമൈനീനത്തിന്റെ സമയം എന്ന് പറയുന്നത്. അത്രയെങ്കിലും സമയം ഈ 7 അവയവങ്ങൾ നിലത്ത് വെക്കണം. നെറ്റിത്തടത്തിൽ നിന്ന് അല്പം, 2 ഉള്ളം കൈയിൽ നിന്നല്പം, 2 കാൽമുട്ടുകളിൽ നിന്നല്പം, 2 കാലിന്റെ വിരലുകളുടെ പള്ളകളിൽ നിന്നല്പം. അത് ഭാഗമെങ്കിലും ഈ നിലത്ത് അമർത്തി വെക്കൽ വുജൂബാണ്. അത് നിബന്ധന അനുസരിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ഉയർത്തിയും വെച്ചും നിൽക്കുന്നത് നല്ലതല്ല. എന്നാൽ തുമൈനീനത്ത് കിട്ടിയാൽ സുജൂദ് സഹിയാവും. തുമൈനീനത്ത് കിട്ടിയതിനു ശേഷം നെറ്റി ഉയർത്തി രണ്ടാമത് നെറ്റി വെച്ചാൽ മനഃപൂർവമാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാകും. സുജൂദ് സഹിയാവാൻ നെറ്റി മറയില്ലാതെ അല്പഭാഗമെങ്കിലും നിലത്ത് വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്ര സമയം അനക്കം അടങ്ങിയാൽ മതി. എന്നാ സുജൂദ് സഹിയായി. അത്രയും സമയം ആയതിനു ശേഷം നെറ്റി ഉയർത്തി രണ്ടാമത് വീണ്ടും വെച്ചാൽ 2 സുജൂദ് എന്നോർത്ത് 3 സുജൂദായി മാറും. അത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം തന്നെ ബാത്തിലാവുമല്ലോ. അപ്പൊ ആ ആദ്യ ഒസ്വാസിന് നിൽക്കണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട് എന്നാണ് ഇക്കാരം പറയണത്. അല്ലാതെ നാട്ടുകാരെ പറ്റി നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളാണെങ്കിൽ അങ്ങനെ മേലിൽ അങ്ങനെ ചെയ്യണ്ട. കാരണം കൈ, കാൽമുട്ടുകൾ, കാലിന്റെ വിരലുകളുടെ പള്ള, നെറ്റിത്തടം എന്നിവയിൽ നിന്നിട്ട് അല്പം നിലത്ത് അമർത്തി വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ ഖദർ സമയം അനക്കമടങ്ങണം. അപ്പോഴാ സുജൂദ് സഹിയാകുക. അപ്പൊ ഒരു സുജൂദ് പൂർത്തിയായി. അവിടുന്ന് അങ്ങനെ ദീർഘിപ്പിക്കലൊക്കെ സുന്നത്താണ്. ആ സുജൂദിന്റെ ഫർദ് വീടിയതിനു ശേഷം തല ഉയർത്തി രണ്ടാമത് വെച്ചാൽ ആവശ്യമില്ലാതെ സുജൂദിനെ എണ്ണം അധികരിപ്പിച്ച ഹുക്മ് വരും. അത് ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വമായ നിസ്കാരം വരെ ബാത്തിലാകാൻ ഇടവരും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സാർ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉസ്താദെ, ഈ നമസ്കാരത്തില് ഇമാമ് ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായാൽ, എന്നുവെച്ചാൽ ഇവിടെ ജഹറാക്കി നിസ്കാരത്തിൽ ചിലപ്പം അവസാനം എന്ന 2 റക്അത്തിൽ നമ്മൾ ഫാത്തിഹ എത്ര സ്പീഡിൽ ഓതിയാലും അത് പകുതി ആവുന്നതിന് മുമ്പ് ഇമാമ സുജൂദിലേക്ക് പോകുന്ന ഒരു റുക്കോയിലേക്ക് പോകുന്ന ഒരു സംവിധാനം ചിലപ്പോൾ ഇവിടെ പല ഇമാമുകളിൽ നിന്നും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമസ്കാരം ശരിയാകുമോ? അല്ലെങ്കിൽ ഫാത്തിഹ ഓതില്ല എന്ന് ഉറപ്പാണ് നമുക്ക്. ചില ഇമാമുകൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ തുറന്ന് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് ജഹറാണെങ്കിൽ അവർ ഉറക്കം ഓതിയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ നമ്മൾ എത്ര സ്പീഡിൽ ഫാത്തിഹ ഓതിയാലും ഫാത്തിഹ പകുതി ആവുന്നതിന് മുമ്പ് അവർ റുക്കോയിലേക്കും പോയിട്ടുണ്ടാവും. അതിന്റെ വിധി എന്താണ് ഉസ്താദേ? ഇമാം ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പായാൽ ഉടനെ ഇമാമിനെ വിട്ടുപിരിയുക. മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് വിട്ടുപിരിയൽ വുജൂബാവും. ഇമാം ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷം ആ ഇമാമിനോട് തുടർന്ന് മുന്നോട്ട് പോയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പായത് എനിക്കറിയില്ല. ഏതായാലും ഉറപ്പായാൽ ഇമാം ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പായാൽ ഉടനെ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്ത് മുഫാറഖത്ത് ചെയ്ത് നമ്മൾ സ്വന്തം ഓതി സ്വന്തം നിസ്കരിക്കേണ്ടതാണ്. അയാളോട് തുടർന്ന് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാവും. ഓക്കെ. അല്ല, ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ? കാരണം ഇവിടെ ഇപ്പൊ ഈ സൗദിയിലൊക്കെ നമ്മൾ തുടർന്ന് നിസ്കരിക്കുമ്പോൾ മറ്റു വലിയ മുത്തവന്മാരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ എത്ര സ്പീഡിൽ ഓതിയാലും ആ ഫാത്തിഹന്റെ പകുതി ആവുന്നതിന് മുമ്പ് ആ റുക്കോയിലേക്ക് പോകുന്നതാണ്.
ഇനി മറ്റേതെങ്കിലും അതുപോലെ തന്നെ സൗദിയിലെ ഏതെങ്കിലും നാടൻ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ പല എല്ലാ സ്ഥലത്തിലും ചില അവസരങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കലുണ്ട്. എനിക്ക് തോന്നുന്ന ഏതായാലും ഒരു ഫാത്തിഹ, നമ്മളൊരു ഫാത്തിഹ ഓതുമ്പോൾ എത്ര സ്പീഡിൽ ഓതിയാലും അതിനൊരു സമയം ഉണ്ടാകുന്നുണ്ടല്ലോ, ആ സമയം നടന്ന് അതാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും മദ്ഹബിലിട്ട് അങ്ങനെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണ്ട എന്ന വല്ല നിയമവും ഉണ്ടോ? അതൊക്കെ സ്പീഡിൽ ഓതുക ഹബീബ്. നിങ്ങൾ ആ പഴയ തജ്വീദ് അനുസരിച്ച് അങ്ങനെ ഓതി വരുമ്പോത്തിനെ ഒരു നൃത്തത്തിലേക്കാണ് വരാൻ തുടങ്ങുമ്പോത്തിന് ഫാത്തിഹ ഓതല്. അത് ഞമ്മക്ക് തന്നെ എത്രയോ അനുഭവം ഉണ്ട് നിസ്കാരത്തിലല്ലാതെ. ഇവിടെ സുന്നികളായ ആളുകളുടെ മജ്ലിസുകളിൽ പങ്കെടുത്തവർക്കറിയാം, ഒരു നമ്മളെ പോലെ ധാരാളം മഖ്ശായിഖന്മാര് ഇമാമിയങ്ങളുടെ മേൽ ഫാത്തിഹ വിളിക്കും. നമ്മൾ ഫാത്തിഹ വിളിച്ചിട്ട് പിന്നെയാണ് ദ്വാരക്ക, ഒരു ദ്വാരന്നിട്ടാണ് ഫാത്തിഹ വിളിക്കാറ്. ഇങ്ങനെ ദ്വാ പറഞ്ഞിട്ട് വിസിറ്റ് ഇസ്രാൽ ഫാത്തിഹ എന്ന് പറയും. ആ പറയുന്നത് കേൾക്കാം. അപ്പോ കഴിഞ്ഞ് നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോത്തിന് ഒരു ആമീൻ പറഞ്ഞിട്ട് അടുത്ത ഫാത്തിഹയ്ക്ക് തുടങ്ങും. അപ്പൊ അത് അവരുടെ പരിചയത്തിൽ നിന്നുള്ള സ്പീഡാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ പരിചയത്തിൽ നിന്നുള്ള സ്പീഡാണ്. അവർ ഓതുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അവർ സിറാക്കി ഓതുമ്പോൾ വളരെ സ്പീഡിൽ ഓതും. നമ്മൾ ഒന്ന് സ്പീഡാക്കിയാൽ മതി. എന്നാൽ ഹനഫി മദ്ഹബില് 3ഉം 4ഉം റക്അത്തിൽ സുന്നത്തുള്ളൂ എന്നാണ്. 1ഉം 2ഉം റക്അത്തിൽ വാജിബാണ് ഫാത്തിഹ ഓതല്. 3ഉം 4ഉം റക്അത്തിൽ സുന്നത്തേ ഉള്ളൂ എന്നാണ് ഹനഫി മദ്ഹബ്. പക്ഷെ ഹംബലി മദ്ഹബിൽ അങ്ങനെയല്ല. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുന്നുണ്ട്. പക്ഷെ സിറായിട്ട് ഓതുന്ന റക്അത്ത് കുറച്ച് സ്പീഡ് കൂടുന്നു അത്ര. നമ്മളൊന്ന് സ്പീഡിൽ ഓതി ശീലിച്ചാൽ മതി. അസ്സലാമു അലൈക്കും. പിന്നെ സ്റ്റീരിയോ മിക്സ് ആയിരുന്നു. സഹോദരൻ ഉസ്താദ് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ. അദ്ദേഹം എന്തോ ബാത്റൂമിൽ എന്തോ മരുന്നടിച്ചപ്പോ അതിന്റെ റിയാക്ഷനായിട്ട് എണീക്കാൻ കഴിയാതെ കിടക്കുകയാണെന്നാ പറഞ്ഞത്. തല കറങ്ങാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനെയുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരെയും കാത്തു രക്ഷിച്ച് സലാമത്താക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റെല്ലാ മഹാന്മാരുടെ കറാമത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് വന്നുപെട്ട ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്ത് പൂർണ്ണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ട് അവരെയും നമ്മളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദെ, ഈ നേരത്തെ പറഞ്ഞ നെറ്റിത്തടം വെക്കുന്നിടത്ത് അത് അല്പം മുടിയൊറ്റ കുടുങ്ങി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് മേലോട്ട് കൈകൊണ്ട് മേലോട്ടാക്കി അവിടെ സുജൂദ് വെക്കുമ്പോ ഇത് വരുമോ ഇല്ലേ എന്നാണ് അറിയേണ്ടിയിരുന്നത്. ദാസ്യത്തോട് അസ്സലാമു അലൈക്കും. മറയില്ലാതെ നെറ്റിത്തടം വെച്ചെങ്കിലേ സുജൂദ് ആവുള്ളൂ. എന്നാൽ നെറ്റിത്തടം മുഴുവനായിട്ട് മറയില്ലാതിരിക്കണം എന്ന് ഷർത്തൊന്നുമില്ല. കുറച്ചു ഭാഗമെങ്കിലും മറയില്ലാതെ നിലത്ത് വെച്ചെങ്കിലേ സുജൂദ് സഹിയാവുള്ളൂ. അതിന് തടസ്സമാവുന്ന നിലക്ക് മുടിയോ അതുപോലെയുള്ള വസ്ത്രമോ നെറ്റി മറയാക്കുന്നുണ്ടെങ്കിൽ ആ മറ നീക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് മറയില്ലാതെ നെറ്റിത്തടത്തിൽ നിന്ന് അല്പം നിലത്ത് വെച്ച് അനക്കം അടങ്ങിയതിന് ശേഷം നല്ലോണാകാൻ വേണ്ടിയിട്ട് തല പൊക്കിയിട്ട് ആ മറ നീക്കി രണ്ടാമതും വെക്കുമ്പം പറഞ്ഞേക്ക് അത് തെറ്റായി മാറും. മനഃപൂർവ്വമാണെങ്കിൽ സുജൂദിനെ അധികരിപ്പിച്ചു എന്ന പ്രശ്നം വരും.
അപ്പൊ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. തീരെ നെറ്റിത്തടം വെക്കാൻ പറ്റാത്ത നിലക്ക് മറ വരുന്നുണ്ടെങ്കിൽ അപ്പോ ആദ്യം വെച്ചുകൊണ്ട് സുജൂദാവൂല, അപ്പൊ അത് നീക്കൽ വുജൂബാണ്. കുറച്ച് ഭാഗമെങ്കിലും മറയില്ലാതെ നെറ്റിത്തടം നിലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ തല ഉയർത്തി രണ്ടാമത് വെക്കാൻ പാടില്ല. ഈ മുഫാറക്കത്തിന് അവസാന നിസ്കാരത്തിന്റെ അവസാന ഘട്ടത്തില് കാരണങ്ങൾ ഉണ്ടായിട്ട് മുഫാറക്കത്തിനെ കരുതി ഇമാമയെ വിട്ടു പിരിഞ്ഞു. അങ്ങനെ ആവുമ്പോ അയാൾക്ക് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുമോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടു. അസ്സലാമു അലൈക്കും. വിട്ടുപിരിയാൻ, ജമാഅത്തിനെ വിട്ടുപിരിയാൻ എതിറുണ്ടാവുന്ന നിലക്ക് വല്ല കാരണങ്ങളും ഉണ്ടായിട്ട് ഇമാമുമായിട്ട് മുഫാറഖത്ത് ചെയ്താൽ ജമാഅത്തിന്റെ കൂലി പൂർണ്ണമായിട്ട് കിട്ടും. എതിറൊന്നുമില്ലാതെ വെറുതെ വിട്ടുപിരിഞ്ഞാലാണ് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുള്ളൂ. ഇപ്പൊ ഇമാമിനോട് തുടർന്ന് നിൽക്കാൻ ഇതിനേക്കാൾ ഹൈർ വിട്ടുപിരിയലാവുന്ന ചില എതിർ അനുവദിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ, ഉദാഹരണം ചിലയിടത്ത് പറയലുണ്ടല്ലോ, ഇന്തിളാറ് പറ്റുമെങ്കിലും അവിടെ ഇമാമിനെ വിട്ടുപിരിയലാണ് അഫ്ളല് എന്ന് പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇമാമിനെ വിട്ടുപിരിഞ്ഞ എതിർകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല, പൂർണ്ണമായി ജമാഅത്തിന്റെ കൂലി കിട്ടും. എതിറൊന്നുമില്ലാതെ വെറുതെ വിട്ടുപിരിഞ്ഞാൽ നിസ്കാരം മാത്രമാവില്ലെങ്കിലും ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അപ്പോൾ എതിറുണ്ടോ ഇല്ലേ എന്നാ നോട്ടം. എതിറോട് കൂടി വിട്ടുപിരിയാണെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടും. എതിർ ഇല്ലാതെ വിട്ടുപിരിഞ്ഞാൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. നേരത്തെ കിട്ടിയ നഷ്ടപ്പെടുന്നല്ല, തുടർന്നാണ്ട് കിട്ടൂല. അതാ പറഞ്ഞത്. അസ്സലാമലൈക്കും. ഈ ജമ്മും കസറും ആക്കി നിസ്കരിക്കുമ്പോൾ മഅ്മൂമ് കസറിനെ കരുതുകയും ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കലിനെ കരുതുകയും ചെയ്ത് അങ്ങനെ നിസ്കരിച്ചാല് ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? മഅ്മൂമ് പിന്നെ ഇമാമിനോട് മുഫാറഖത്ത് ചെയ്യണോ, അതല്ല മഅ്മൂം ഇമാമിന്റെ കൂടെ പൂർത്തിയാക്കി നിസ്കരിക്കുകയാണോ വേണ്ടത്? സംശയം. അസ്സലാമു അലൈക്കും. പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് ഒരു സെക്കൻഡ് സമയമെങ്കിലും തുടർന്നാൽ ആ മഅ്മൂമ് പിന്നെ പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബാവും. പിന്നെ മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല, പൂർത്തിയാക്കി നിസ്കരിക്കണം. അതായത് കസറാക്കി നിസ്കരിക്കൽ സഹീഹാവാൻ ഷർത്താണ് പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക എന്നത്. മനസ്സിലായില്ലേ? പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് എപ്പോൾ തുടർന്നോ അതോടുകൂടി അവന്റെ കസറ് നഷ്ടപ്പെടും, പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബാവും. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, പൂർത്തിയാക്കി നിസ്കരിച്ചാൽ മതി. ഇമാമും മഅ്മൂമും ജമ്മും കസറാക്കി നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചതന്നെ. പക്ഷെ നിസ്കരിക്കാൻ നിന്നപ്പോ മഅ്മൂമിങ്ങൾ കസറിന് കരുതി, ഇമാമ് കസറിന് കരുതിയില്ല. ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കാനാണ് കരുതിയത്. അപ്പൊ പിന്നെ മഅ്മൂം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സംശയം. വല്ലാത്ത സംശയമാണല്ലോ. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ മലയാളത്തിലല്ലേ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഞാൻ പറഞ്ഞ മലയാളം നിങ്ങൾക്ക് തിരിഞ്ഞോ? അതോ ഇനി രണ്ടാമത് വേറെ മലയാളത്തിൽ പറയണോ? ഞങ്ങൾക്ക് ആകെ തന്നെ കീച്ചീത്ത് ഒരു നാടൻ മലയാളെ അറിയണ്ടുള്ളൂ. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് ഞാൻ മനസ്സിലായപ്പോ ഞാൻ എന്താ കാട്ടുക? മഅ്മൂമികൾ നിസ്കരിക്കുമ്പോ കസറിനെ കരുതിയോ കരുതിയില്ലേന്നല്ല പ്രശ്നം ഹബീബേ. മഅ്മൂമിങ്ങൾ എന്ത് കരുതിയിട്ടും കാര്യമില്ല. ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് അങ്ങനെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരു ഇമാമിനോട് തുടർന്നു കഴിഞ്ഞാൽ മഅ്മൂമിങ്ങളുടെ കസറ് നഷ്ടപ്പെടും, അവർക്ക് പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബാകും. കസറ് സഹിയാവാൻ പറഞ്ഞ ഷർത്തിൽപ്പെട്ടതാണ് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരാതിരിക്കുക എന്നത്. നിങ്ങളെ ചോദ്യത്തിൽ മഅ്മൂമിങ്ങളൊക്കെ കസറിനെ കരുതിയിട്ടുണ്ടെങ്കിലും
ഇമാമ് പൂർത്തിയാക്കി നിസ്കരിക്കാൻ കരുതിയതോടുകൂടി മൗമൂമിങ്ങളുടെ കസറ് ബാത്തിലായി, അവർ പൂർത്തിയാക്കി നിസ്കരിക്കണം. അപ്പൊ ഇമാമ് കസറിനെ കരുതി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ കസറ് കരുതി ഇമാമിനോട് തുടർന്നൊരു കാര്യമുള്ളൂ. ഇമാമ് പൂർത്തിയാക്കി എന്ന് ഉറപ്പുണ്ടെങ്കിലും ഇമാമ് കസറാക്കുകയാണോ പൂർത്തിയാക്കുകയാണോ എന്ന് സംശയമുണ്ടെങ്കിലും മൗമൂമിങ്ങളുടെ കസറ് സഹിയാവുകയില്ല. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? മൗമൂമിങ്ങളുടെ കസറിന്റെ നിയ്യത്ത് അവിടെ പരിഗണിക്കപ്പെടൂലാന്ന്. പൂർത്തിയാക്കുന്ന ഇമാമിനോട് തുടർന്നാൽ മൗമൂമിങ്ങൾക്ക് നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കൽ വുജൂബാണ്. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചോളി, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മതിയാക്കിയാ മതി. മതി. അതായത് അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നമ്മളെന്താ കരുതിയെന്നല്ല, ഈ കസറായി നിസ്കരിക്കൽ അഥവാ 4 റക്കഅത്തുള്ള നിസ്കാരം 2 റക്കഅത്ത് നിസ്കരിച്ചാൽ മതിയാവണമെങ്കിൽ അതിനുള്ള ഷർത്ത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കൽ ഒരു ഷർത്താണ്. എപ്പോൾ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് കസറാക്കുന്നവൻ തുടർന്നോ അവരുടെ കസറ് സഹിയാവൂല, മുഴുവനാക്കി നിസ്കരിക്കൽ വുജൂബാവും. അപ്പോൾ ആ നിസ്കാരം മാത്രമാവൊന്നുമില്ല, നിസ്കാരം അത് തന്നെ മതി. പക്ഷെ ഇമാമ് 4 നിസ്കരിച്ചാണെങ്കിൽ നമ്മൾ 4 നിസ്കരിച്ചോളോന്ന്. 2 റക്കഅത്ത് നിസ്കരിച്ച് മുഫാറക്കത്ത് ചെയ്ത് ഇസ്ലാം വിട്ടാൻ പറ്റൂല എന്നതാ പറഞ്ഞ്. ഓക്കെ, മതിയാക്കാം ഇൻഷാ അല്ലാഹ്. ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ പിന്നീട് ജമാഅത്തിന്റെ ഷർത്തുകളാണ് ഇനി പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ദർസിൽ തന്നെ ശ്രദ്ധിച്ചാൽ പിന്നീട് സംശയം ചോദിക്കൽ കുറയാൻ നല്ലതാണ്. അല്ലാഹു തആല ദീനിൽ നാഫിയായ ഇൽമു തന്ന അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.